ചെയ്തിപ്പം ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം എന്ന് പറയുന്നത് പോലെ എല്ലാ കോർപ്പറേറ്റുകൾക്കും ഒരു ഡാർക്ക് സൈഡുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് പലപ്പോഴും CRS ഫണ്ടിങ് ചെയ്യുന്നത്. മലയാളത്തിൽ തന്നെ ഇതേ പ്രമേയമായി സിനിമകൾ വന്നിട്ടുണ്ട്. അയാളും ഞാനും തമ്മിൽ ഇമ്മാനുവൽ, അത് ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചും അയാളും ഞാനും തമ്മിൽ മെഡിക്കലിനെ കുറിച്ചും. പിന്നെ ദിസ് ഇസ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്, കോപ്പിയാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ദിസ് ഇസ് എ ഫാക്ട്. വാട്ട് ക്യാൻ വി ഡു? ഗവൺമെൻറ് ഏജൻസീസ് ആർ ഓൾസോ കറപ്റ്റ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിവിൻ പോളിയുടെ അഭിനയം നന്നായി നരയും. വെരി ഗുഡ് അറ്റംപ്റ്റ് ബൈ the producers and the direction team to educate the society on these things. Thank you. നല്ലൊരു സ്റ്റോറിയാണ്, നല്ല മേക്കിംഗ് ആണ്. എല്ലാവരും എടുക്കാൻ പേടിക്കുന്നൊരു സംഭവമാണത്. അത്രയും നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ്. നമ്മളൊക്കെ ഒരു ഡോളോ പോലും കഴിക്കാൻ ഇനി പേടിക്കും എന്ന് വെച്ചാൽ 2-3 പ്രാവശ്യവും ചിന്തിക്കും. അതിനുള്ള ഒരു സംഭവം. ഓക്കെ, നിവിൻ പോളി അത് എപ്പോഴും അടിപൊളിയാണല്ലോ, ഇപ്പോഴും അടിപൊളി തന്നെ. ഓക്കെ, വെരി ഇന്റൻസ്. കിടിലം. ഇതുപോലത്തെ ഒരു സാധനം വന്നിട്ടില്ല ഇതുവരെ. ഇത് നൈസ് ആയിരിക്കും. സൂപ്പറായിരുന്നു. കിടിലം ക്യാരക്ടർ. അടിപൊളിയാണ്. ഭയങ്കര ഡയറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. തോട്ട് പ്രൊവോക്കിംഗ് ആണ്. എല്ലാവരും കണ്ടതാണ്. ഗംഭീരം മസ്റ്റ് വാച്ച്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും കാണാം. ത്രൂ ആർട്ട് സോഷ്യലി റെലവൻസ് ഉള്ളൊരു ടോപ്പിക് എടുത്തവർ ചെയ്തു. സോ അത്രയും ആൾക്കാരിലോട്ട് കൂടുതൽ എത്തണം. അഗെയിൻസ്റ്റ് മെഡിക്കൽ നോക്കുക ആൻഡ് സാധാരണ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ആ സിഗ്നൽ ഒത്തിരി ആൾക്കാർ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കാണും. ചേട്ടന്റെ തിരിച്ചറിവ് ഫാർമിലൂടെ ആയിരിക്കും. ഇപ്പോൾ ഫാർമസിയുടെ ഇഷ്യൂസ് ഒക്കെ നിൽക്കുമ്പോൾ ആക്ച്വലി നല്ലൊരു ഐ ഓപ്പണറാണ്. നല്ല വെൽ റിട്ടൺ, ഡയറക്റ്റഡ്, സ്ക്രിപ്റ്റഡ്, ആക്റ്റഡ് വെബ് സീരീസാണ്. ഐ ഓപ്പണറാണ് എല്ലാവർക്കും. ഇങ്ങനൊരു സ്കാം ഈ ഇൻഡസ്ട്രിയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഒട്ടുമിക്കവർക്കും അറിയില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, സ്കാം നടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. സോ ഇറ്റ്സ് റിയലി ഐ ഓപ്പണർ ഫോർ എവ്രി വൺ. ഐ റിയലി എൻജോയ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളി ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഓക്കെ, താങ്ക് യു. നീറ്റ് ഓണസ്റ്റ് വർക്കാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ മൈ വിഷസ് ടു ദി കാസ്റ്റ്. എല്ലാം ഭയങ്കര നന്നായിരുന്നു. കുറച്ചുകൂടെ ഒരു സോഷ്യൽ ഡ്രാമയാണ്. ഭയങ്കര ഓണസ്റ്റ് വർക്കാണ്. ഭയങ്കര ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ വെബ് സീരീസിൽ വരുമ്പോഴേക്കും അതിനായിട്ടുള്ള റീച്ചും ക്യാൻവാസ് ഭയങ്കര വലുതാവുകയാണല്ലോ. സോ അതിൽ ഭയങ്കര സന്തോഷം. അത് അറിയില്ല. ഡയറക്ടർ തന്നെ സെയിം ടീമായിരിക്കും. ബാക്കി ഡയറക്ടർ പറയട്ടെ എന്ന് ഓർത്തിട്ടിരിക്കുന്നത്. അടുത്ത എൻ്റെ പെന്നേഴ്സ് എന്ന് പറഞ്ഞ ഫിലിം, ഈ ഫോർ നിഖിലയുടെ പെന്നേഴ്സ്, പിന്നെ ഡോസ് എന്ന് പറഞ്ഞ സിജു വിൽസൺ നായകനാണ് ഡോസ് എന്ന് പറഞ്ഞത്. റിലീസ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അതിനാണ്. താങ്ക് യു. നമ്മൾ പല ടൈപ്പ് ഓഫ് സീരീസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഗ്സിൻ്റെ, ടെററിസം, ബ്ലാക്ക് മണി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ബട്ട് ദിസ് ഇസ് സീരീസ് ദാറ്റ് ഈസ് വെരി റെലവൻറ്റ് ഫോർ ദ മാർക്കറ്റ്. കാരണം എല്ലാവരുടെയും വീട്ടിലെല്ലാവരും ടെൻഷൻ അടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ, പേടിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇത് അഡ്രസ്സ് ചെയ്തേക്കുന്നത്. സോ എവറിബഡി ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ്. ആൻഡ് മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സീരീസ് വന്നതിൽ ഇറ്റ്സ് വെരി പ്രൗഡ്. അതെ 100%. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും പേടിച്ചേക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇത് ശരിക്കും നല്ലതാണോ, ഈ മരുന്ന് എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ചികിത്സ എനിക്ക് വേണ്ടതാണോ. ഇത് കംപ്ലീറ്റ്ലി ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് അഡ്രസ്സ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടി അവെയർ ആവാൻ നല്ലതായിരിക്കും ഈ ഒരു സീരീസ്. എല്ലാവരും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ
I'm sure everybody is going to talk about Nivin Pauly in this. കാരണം സിനിമയിൽ എല്ലാവരും ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു നിവിൻ പോളിയെ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സീരീസിൽ നിങ്ങൾക്ക് നിവിൻ്റെ ഡിഫറെൻ്റ് ഒരു ഫേസ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്. നല്ല ഐ മീൻ ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ആക്ച്വലി ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം ഹാസ് ഗോട്ടൻ എ വെരി ഗുഡ് കണ്ടന്റ്. എന്താ പറയുക, വിച്ച് ഫാർമ ഇസ് വെരി ടൈംലി. നമ്മൾ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും റിലേറ്റ് ആവും. അതിൻ്റെ റീസൺ ബീങ് മരുന്ന് കഴിക്കാത്ത ആരുമില്ല. ഇനിയിപ്പം മരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. But it's an eye-opener. Really felt Nivin Pauly has done a great job. Nivin Pauly മാത്രമല്ല, അഭിനയിച്ച എല്ലാവരും. I fell for Dr. Janaki. ഓരോ കഥാപാത്രവും ശരിക്കും നമ്മുടെ ഉള്ളിൽ തറയ്ക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ആൻഡ് എ റിയൽ ടൈം സ്റ്റോറി. താങ്ക് യു വെരി മച്ച്. നല്ല ഷോ ആയിരുന്നു, വളരെ എൻഗേജിങ് ആയിരുന്നു, നല്ല ഷോ ആയിരുന്നു. നല്ലായിരുന്നു. നല്ല സീരീസാണ്, നല്ല പെർഫോമൻസാണ്. നിവിൻ ഗംഭീരമായിട്ടുണ്ട്, ശ്രുതി അതിഗംഭീരമായിട്ട്, ശ്രുതി ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. ആൻഡ് ഭയങ്കര സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലാവർക്കും റിലേറ്റ് ആവും. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു വിക്റ്റിമാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ആൻഡ് കൂടുതൽ ചിന്തിക്കണം. നന്നായിരുന്നു. അരുൺ ചേട്ടൻ നന്നായി എഴുതുന്ന നല്ല ഇങ്ങനത്തെ ആശയങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങളുള്ളതും അത് വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത് ഭയങ്കര ബോൾഡായിട്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ഇത് എങ്ങനെ ഇത് ഇത്ര ബോൾഡായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അടിപൊളിയാണ്. നിവിൻ നന്നായിട്ടുണ്ട്. നിവിൻ കുറേ നാളായി നമ്മൾ നിവിനെ കണ്ടിട്ട് ലൈക്ക് നിവിൻ്റെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ മെച്ചൂർഡ് റോളിലും കാണുന്നു. അത് ഭയങ്കര ഹാപ്പി. നിവിനെ ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ശ്രുതി ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. ആൻഡ് നല്ല കുറേ ക്യാരക്ടേഴ്സുള്ള എൻഗേജിങ് ആണ്. ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ്. നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? കണ്ടിട്ടില്ലല്ലേ? ഹായ്, ഇതാണ് ഒരു സീരിയസ് വിഷയമാണ്. നമുക്കങ്ങനെ ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസ് അല്ല. കുറച്ച് അതായത് എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനമാണ്. നമ്മൾ എല്ലാ സീരീസും ഫണ്ണും ത്രില്ലിങ്ങും മാത്രമായാൽ പോരല്ലോ. നമുക്ക് വീട്ടിലെ കുട്ടികളും നമ്മൾ പാരൻസൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, നമ്മളാണെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കഴിക്കണ മരുന്നിന് ഒരു ശ്രദ്ധ വരും ഈ പടം കണ്ടാൽ. കാരണം ഇത് അരുൺ ചേട്ടൻ്റെ അനുഭവമാണ്. പുള്ളി ഫാർമസ്യൂട്ടിക്കൽ പരിപാടികളിലൊക്കെ ആയിട്ട് റിലേറ്റ് ആയിട്ടാണ് സിനിമയിൽ വരുന്ന മുന്നേ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പുള്ളി പറയുകയും ചെയ്തു. പുള്ളി കണ്ട ജീവിതങ്ങളും കണ്ട സെയിൽസ്മാൻ, അത് മെഡിക്കൽ റപ്പിൻ്റെയൊക്കെ ലൈഫാണ് പുള്ളി എഴുതിയേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റോ സാധനമുണ്ട്. ഭയങ്കര ഒരു സീരിയസ് ഭയങ്കര രസമായിരുന്നു, ഈസി ആയിരുന്നു പുള്ളി. അങ്ങനെ ഒരു എന്താ പറയുക, പുള്ളി ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ സിങ്ക് ആവാൻ പറ്റിയായിരുന്നു. ചിരിച്ചാ? ഇല്ല, അങ്ങനെ അതൊരു ഫണ്ണായിട്ടൊന്നല്ല ചെയ്തേ. പിന്നെ സിറ്റുവേഷനിൽ വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു, അത് ചിരിയല്ല, ചെറിയൊരു സ്മൈല് വരും മുഖത്ത്, ചെറിയൊരു. കാരണം മൊത്തം സീരിയസ് ആണല്ലോ, എല്ലാവരും ഭയങ്കര അങ്ങനത്തെ മോഡിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ. കാരണം നിവിൻ ചേട്ടൻ ഇതിൽ വരുമ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യണത് അതുപോലെയാണ് ഞാനും വരുമ്പോൾ ബിഹേവ് ചെയ്യണത്. ആ ഒരു സാധനമാണ് ഡയറക്ടർ പിടിക്കാൻ നോക്കിയിട്ടുണ്ടാവുക. ഫണ്ണായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിവിൻ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ട് കുറച്ചായി. ഇതിലെനിക്ക് തോന്നുന്നത് അത് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു പരിപാടി കുറച്ച് നൈസായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സീരിയസ് റോള് പുള്ളി കുറച്ചായില്ലേ സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ട്. അതായത് ഐ മീൻ സീരിയസ് ആയിട്ടുള്ളത് കുറച്ച്. പുള്ളി എപ്പോഴും ഫണ്ണും പരിപാടികളൊക്കെ ആണല്ലോ. ഇത് കുറച്ച് പുള്ളിയുടെ മോഡും വ്യത്യാസമുണ്ട്. രസമായിരുന്നു. ഓക്കെ ബ്രോ. ഇത് കാണേണ്ട ഓഡിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ത്രൂ ഔട്ട് ഇരുന്ന് കണ്ടു. വളരെയധികം സന്തോഷം. പുതിയ പടം ഫാർമ. താങ്ക് യു സോ മച്ച്. ഒരാളൊന്നും അല്ല ഞാൻ. അങ്ങനെ ആ ഒരു രീതിയിലും അല്ല ഈ കഥ പറഞ്ഞിട്ടുള്ളതും. വളരെ പേഴ്സണലായിട്ട് KP വിനോദ് എന്നുള്ളൊരു സെയിൽസ്മാൻ്റെ ഒരു പേഴ്സണൽ ആംഗിളാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതൊരു പേഴ്സണൽ സ്റ്റോറി ആയിട്ടാണ് ഈ കഥയുടെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭീഷണിയുടെ അങ്ങനത്തെ ഒരു ആ ഒരു ആംഗിളല്ല നമ്മൾ എടുത്തിരിക്കുന്നത്.
റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയാണ് അത് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വളരെ നല്ല കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഞാൻ മറ്റ് പല കമ്പനികളിലും കണ്ട പല ദുഷ്പ്രവണതകളും നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്. അതിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. വെബ് സീരീസ് കാണുമ്പോൾ നിവിൻ ചേട്ടന് മാത്രം എഴുതിയിട്ടുള്ള രണ്ട് പോർഷനിലാണ് ഡയലോഗ് വരുന്നത്. നിവിൻ ചേട്ടന് മാത്രം എഴുതിയ ഡയലോഗ് ആയിരുന്നു. തിരിച്ചു വരുമോ എന്നുള്ള ഡയലോഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നിവിന് വേണ്ടിയിട്ടല്ല. നിവിൻ അങ്ങനെ ഒരു കംബാക്ക് എന്നുള്ളൊരു വാചകത്തിൽ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളെപ്പോഴും ജനപ്രിയ കഥാപാത്രങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നും ആ ആക്ടർ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി എന്നുള്ളത്. എനിക്ക് സത്യത്തിൽ ഈ ആക്ടേഴ്സ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്, ഞാനൊരു കട്ട നിവിൻ പോളി ഫാനാണ്. അപ്പോൾ ഇവർ ഈ കംഫർട്ട് സോണിൻ്റെ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഈ കംബാക്ക് എന്ന് പറയുന്നത് നിവിൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ തിരിച്ചു വരവ് മോനെന്നുള്ളത് സ്ക്രിപ്റ്റ് തന്നെയുള്ള ഡയലോഗാണ്. നിവിൻ ചേട്ടന് വേണ്ടി മാത്രം എഴുതിയ ഡയലോഗല്ല. ഇത് കണ്ടില്ല, പല ഏജ് ബാൻഡിലുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ എല്ലാ ഏജ് ബാൻഡിലും ഉള്ള ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ആക്ടറല്ല നിവിൻ. അതുകൊണ്ടാണ് നിവിനേക്ക് എത്താൻ കാരണം. ബാക്കിയുള്ളവരൊക്കെ പെർഫോമൻസ് ഓഡിയൻസിനോട് കണ്ട് എല്ലാവരും നന്നായി എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും സെലക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം എഫോർട്ട് കൊടുത്താണ്? ഞങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ്. ഞങ്ങളും ജിയോ ഹോട്ട്സ്റ്റാർ ഞങ്ങൾക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. അങ്ങനെ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് ഓരോ ക്യാരക്ടറും അങ്ങനെ ഒരു പ്രൊഫഷണലി പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്തതാണ്. സീരീസുകൾ എപ്പോഴും സീസൺ 2 സീസൺ 3 അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഇതൊരു ഫാർമ ബേസ്ഡ് സാധനമാണ്. ഇതിന് അടുത്ത സീസണുകളും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സീസൺ 2 ഒക്കെ ആകുമ്പോൾ വല്ല ഭീഷണി ഉണ്ടാവുമോ അറിഞ്ഞൂടാ, നോക്കട്ടെ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഏത് പോയിന്റിലാണ് ഇതിനെതിരെ റിയാക്ട് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ്, ഞാൻ ഫാർമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് തീരുമാനിച്ചത് റിയാക്ട് ചെയ്യണം എന്നുള്ളത്. ഞാനൊരു നാടകപ്രവർത്തകനാണ്. നമ്മൾ സൊസൈറ്റിയിൽ നിന്നല്ലേ നമുക്ക് പ്രതികരിക്കാനുള്ള വിഷയമൊക്കെ കണ്ടുപിടിക്കുന്നത്. ആ കോഫി ഹൗസിൽ എന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്, അടിപൊളി ഒരു ഡയലോഗായിരുന്നു. മരുന്ന് വാങ്ങാൻ വേണ്ടി മരുന്ന് അല്ലേ, കൂടുതൽ പറയാത്തതിൻ്റെ സൂചന കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രി വളരെ, കാരണം മനുഷ്യൻ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന ആശുപത്രിയിലല്ലേ. അപ്പോൾ ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ നമ്മൾ പച്ച മനുഷ്യനായിട്ട് നിന്ന് പോകുന്നത്. അങ്ങനെ തോന്നി എഴുതുകയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ടിന് കേട്ടോ. താങ്ക് യു നല്ല കഥകളും താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. താങ്ക് യു.